കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ചെടുത്ത പുളിഞ്ചിക്ക അച്ചാറാണ് കേട്ടോ ചിലയിടത്ത്. ഇത് ഈ ഇലുമ്പിക്ക അല്ലെങ്കിൽ എന്താ പറയുക ഇരുമ്പൻ പുളി അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം പുളിഞ്ചിക്ക അച്ചാറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അത് നല്ല കാന്താരി മുളകൊക്കെ ഇട്ട അച്ചാർ. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ കുറച്ചും നല്ലെണ്ണ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളത് കാരണം ഈ ഇരുമ്പൻ പുളി അല്ലെങ്കിൽ പുളിച്ചിക്ക പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് നമ്മൾ നല്ലെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇട്ട് കൊടുക്കാം. പിക്കിളിൽ എപ്പോഴും കുറച്ച് കൂടുതൽ കടുകിടുന്നത് നല്ലതാണ് കേട്ടോ. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ നാടൻ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം പൊട്ടട്ടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. കൂടെ കുറച്ച് വെളുത്തുള്ളി നല്ലൊരു ബ്രൗൺ കളറായിട്ട് കണ്ടോ മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ട് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് നിങ്ങളെ വീട്ടിൽ ഈ പറയുന്ന പേരുകൂടി പറയാം കേട്ടോ. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് പറയുന്ന പുളിച്ചിക്ക എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താ ചിലുമ്പിക്ക, ഇരുമ്പൻ പുളി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതുകൂടി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഉലുവാപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി, കായം ഓൾറെഡി നമ്മൾ കായം ഇട്ടാണ് നേരത്തെ പുരട്ടി വെച്ചിരുന്നത്. എന്നാലും ഇതിൽ കുറച്ച് കായം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ കൂട്ട് ചേർക്കാനുള്ള സമയമാണ്. സ്പെഷ്യൽ കൂട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ഈ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പുളിഞ്ചിക്ക അല്ലെങ്കിൽ ഇരുമ്പിക്ക അതിവിടെ എന്തൊക്കെയോ പേര് പറയുന്നുണ്ട്. ആ സാധനത്തിൻ്റെ അച്ചാർ തീ തയ്യാറായിട്ടുണ്ട്. നല്ല നാടൻ അച്ചാർ കേട്ടോ. ഇത് കൂട്ടിയിട്ട് പഴങ്കഞ്ഞി കുടിക്കാനാ സൂപ്പർ ടേസ്റ്റാണ്. നല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. നല്ലതായിട്ട് തെളിഞ്ഞ് നല്ലതായിട്ട് ഇതൊരു ദിവസം ഇരിക്കുമ്പോഴാണ് സെറ്റ് ആവുക. ഒരു ദിവസം ഇരിക്കുമ്പോൾ നല്ല സെറ്റാവുമല്ലോ അച്ചാർ.